കുട്ടിക്കാലം മുഴുവൻ കണ്ണീരിൽ കഴിച്ചുകൂട്ടിയ നടിയാണ് സുമ ജയറാം. അമ്മയെ നിരന്തരം മർദ്ദിച്ചിരുന്ന അച്ഛൻ ജോർജ് ആയിരുന്നു ആ കുടുംബത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം കെടുത്തിക്കളഞ്ഞത്. സുമി എന്നായിരുന്നു നടിയുടെ ശരിക്കുള്ള പേര്. എന്നാൽ ഒരിക്കൽ പോലും ആ പേര് അച്ഛൻ മകളെ വിളിച്ചിരുന്നില്ല. ശനി പിടിച്ചവൾ എന്ന അർത്ഥത്തിൽ സനീനെ എന്നായിരുന്നു എപ്പോഴും വിളിച്ചിരുന്നത്. കുട്ടിക്കാലത്ത് ഒരിക്കൽ സുമ കളിക്കുന്നതിനിടെ എന്തോ സാധനമെടുത്തതിന് അച്ഛൻ വഴക്കു പറഞ്ഞു. അത് ചോദിക്കാൻ വന്ന അമ്മയെ പൊതിരെ തല്ലി. ഭാര്യയെയും മക്കളെയും മുറിയിൽ പൂട്ടിയിട്ട് പോവുകയായിരുന്നു അദ്ദേഹം. പിന്നീട് വിളിച്ചു കൂവി ആളുകളെ കൂട്ടിയാണ് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽക്കേ പിതാവിൻ്റെ സ്നേഹം ലഭിക്കാതെ വളർന്ന സുമ വിവാഹ ജീവിതം തന്നെ വേണ്ടെന്ന് വച്ചാണ് 38 വയസ്സുവരെ ജീവിച്ചത്. അതിനിടെ അനുജത്തിയും അനുജനുമൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചെങ്കിലും യാത്രകളും അഭിനയവുമായി കുടുംബം നോക്കി മുന്നോട്ടു പോവുകയായിരുന്നു നടി. അതിനിടെയാണ് അപ്രതീക്ഷിതമായി ബാല്യകാല സുഹൃത്തായ ലല്ലുഷിന്റെ വിവാഹാലോചന എത്തിയത്. ഒരേ പ്രായക്കാരായിരുന്നു സുമയും ലല്ലുഷും. കുട്ടിക്കാലത്ത് തഞ്ചാവൂരിലായിരുന്നു ഇവർ അടുത്തടുത്ത വീടുകളിലായി താമസിച്ചിരുന്നത്. അന്ന് പിതാവിൻ്റെ ഉപദ്രവങ്ങളിൽ മനംനൊന്ത് കഴിഞ്ഞിരുന്ന മമ്മിയെ കാണാൻ ലല്ലുഷിൻ്റെ മമ്മി വരുമ്പോൾ പറയുമായിരുന്നു, നല്ല കുടുംബത്തിൽ നിന്നും മക്കൾക്ക് വിവാഹം വരാൻ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ സുമി പ്രാർത്ഥിച്ചു, മാതാവേ, വലുതാകുമ്പോൾ ഈ ചെറുക്കനെ കെട്ടാൻ ഭാഗ്യം തരണേ എന്ന്. എന്നാൽ പിന്നീട് പിതാവിൻ്റെ മരണത്തോടെ സുമയുടെ കുടുംബം കൊച്ചിയിലേക്ക് വന്നു. ലല്ലുഷിൻ്റെ കുടുംബം ചങ്ങനാശ്ശേരിയിലേക്കും പോയി. അവിടുത്തെ ബിസിനസ്സുകാരനായ തങ്കച്ചൻ പാലാത്രയാണ് ലല്ലുഷിൻ്റെ പിതാവ്. സുമി പഠിക്കാനായി ഊട്ടിയിലേക്കും പോയി, പിന്നെ സിനിമയിലേക്കും. വിവാഹമേ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ കാലത്താണ് ലല്ലുഷിന്റെ മമ്മി വഴി വിവാഹാലോചന എത്തിയത്. പഴയ പ്രാർത്ഥന സുമി മറന്നെങ്കിലും മാതാവ് ആ കുഞ്ഞിന്റെ പ്രാർത്ഥന കേട്ടിരുന്നുവെന്നാണ് സുമയ്ക്ക് അപ്പോൾ തോന്നിയത്. തുടർന്നാണ് 38-ാം വയസ്സിൽ വിവാഹം കഴിച്ചത്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന സുമയ്ക്ക് അതിനൊരാളെ കൂടെ കിട്ടിയ സന്തോഷമായിരുന്നു പിന്നീട്. ദാമ്പത്യത്തിലെ ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും നടുവിലും 30-ലധികം രാജ്യങ്ങളിൽ ലല്ലുഷിനൊപ്പം യാത്ര ചെയ്തു. എന്നാൽ കോവിഡ് കാലമായതോടെയാണ് യാത്രകൾ മുടങ്ങിയത്. അപ്പോഴാണ് കുട്ടികളെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 10-ാം വർഷം 48-ാം വയസ്സിൽ സുമയും ലല്ലുഷും ഇരട്ടക്കുട്ടികളുടെ മാതാപിതാക്കളായി. സുമ മക്കളിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞതോടെ ഹോട്ടൽ ബിസിനസ്സുകാരനായ ലല്ലുഷിന്റെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. അദ്ദേഹം കടുത്ത മദ്യപാനിയും ചെയിൻ സ്മോക്കറുമായി മാറി. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിലും പതുക്കെ മാറുമെന്നായിരുന്നു സുമയുടെ പ്രതീക്ഷ. എന്നാൽ എല്ലാം തകർന്നു. ഇതോടെ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യവും ദോഷകരമായി മാറുവാൻ തുടങ്ങി. പിന്നാലെയാണ് ഭർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ചും നടി വെളിപ്പെടുത്തിയത്. തുടർന്ന് സുമ ഭർത്താവിനോട് പറഞ്ഞത് ഇത്രമാത്രമാണ്, ഇത് നിങ്ങളുടെ ശരീരമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു ശരീരം. അത് നശിപ്പിക്കുന്നതും നമ്മുടെ കയ്യിലാണ്. നന്നായിട്ട് നോക്കുന്നതും നമ്മുടെ കയ്യിലാണ്. ആ കുടുംബം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു ഭർത്താവിൻ്റെ കയ്യിലാണ്. ആ കുടുംബം എവിടെ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നു, അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം ഒരു ഭർത്താവ് തന്നെയാണ്. ഭർത്താവിൻ്റെ മദ്യപാനത്തെയും പുകവലിയുമാണ് തൻ്റെയും കുടുംബം തകർക്കുന്നതെന്ന വാക്കുകളാണ് സുമ ഇതിലൂടെ വെളിപ്പെടുത്തിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.